നമസ്കാരം ഗൈസ്, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഞാനിന്ന് ഇവിടെ നാവി മുംബൈയിലുള്ള നെക്സസ് സീവുഡ്സ് മോളിലാണ്. ഇവിടെ സിനിപോളിസ് ഉണ്ട്, ഒബിയസ്ലി ഇതിനകത്തൊരു ഐമാക്സ് ഉണ്ട്. ഇതൊരു ഭയങ്കര വ്യത്യസ്തമായ മോളാണ്. അതായത് ഇതൊരു റെയിൽവേ സ്റ്റേഷനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനും തന്നെ ബന്ധപ്പെടുത്തിയുള്ളൊരു മോളാണ്. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ് ഈ മോൾ എന്ന് പറയുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നടന്നാൽ മാത്രമാണ് ശരിക്കുള്ള മോളുടെ എൻട്രൻസിലേക്ക് വരാൻ പറ്റും. ഇവിടെയുള്ള സിനിപോളിസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഈ മോളിൽ അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ മുംബൈയിൽ വന്ന് 2 ആഴ്ച നിന്നപ്പോൾ ഞാൻ പല സ്ഥലത്തും ഐമാക്സിൽ കാണാൻ പോയപ്പോൾ ആളുകൾ കുറവായിരുന്നു. ഈ മോളിൽ ആക്ച്വലി അത്യാവശ്യം ആൾക്കാർ ഈ സിനിമ കാണാണ്ട്, കാരണം ഈ സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ഈ ഐമാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരിലെ ശാന്തിനികേതനുള്ള സിനിപോളിസിന് ഭയങ്കര സിമിലറാണ്. 2017 തുടങ്ങിയ മോളാണിത്. പക്ഷേ ഇത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കണ്ടാൽ ഇപ്പോഴും പുതിയതുപോലെ ഇരിക്കും. ഞാൻ അങ്ങനെ ഡാമേജസോ അങ്ങനെ മോശമായിട്ടൊന്നും കണ്ടില്ല. ഇവിടുത്തെ സ്റ്റാഫ് ആൾസോ അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ച് സ്റ്റാഫ്സിനോടൊക്കെ സംസാരിച്ചിരുന്നു. ഇവിടുത്തെ ഒരു റെസ്പോൺസിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി ചുമ്മാ സംസാരിച്ചിരുന്നു. പിന്നെ ഈ മോളിനകത്ത് തന്നെ ഈ മൾട്ടിപ്ലക്സിനകത്ത് 4DX കൂടിയുണ്ട്. ഒബിയസ്ലി VIP ഉണ്ടാവുമായിരിക്കും. ഞാൻ ആക്ച്വലി ഒത്തിരി വൈകിയാണ് എത്തിയത് ഇവിടെ. അതുകൊണ്ട് എനിക്ക് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളൊരു വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ഇതിനോട് ബന്ധിപ്പിക്കുന്ന വ്ളോഗ്. പക്ഷേ എനിക്കിങ്ങനെ സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ഓഡിയോ കയറിയായിരുന്നു ഇങ്ങോട്ട്, പക്ഷേ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടെ ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. യൂഷ്വലി സിനിപോളിലുള്ള ഫുഡ് ഏരിയ ഒക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ളൊരു മൾട്ടിപ്ലക്സ് ആണത്. അപ്പോൾ ഇവിടുത്തെ ഐമാക്സ് ഇതാണ്. ഞാൻ മുഫാസ തന്നെയാണ് കാണുന്നത്. മുഫാസ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഒബ്വിയസ്ലി ഈ സിനിമ 1.8:1 ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീൻ ഉണ്ടാവും. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കറോഡ് ആയിട്ടുള്ള ഈ 57 ഫീറ്റ് സ്ക്രീനാണ് കാണുന്നത്. പിന്നെ ഈ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സിനിപോളിസ് ഐമാക്സുകൾ ഞാൻ ഇതുവരെ പോയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീറ്റ് ഇതാണ്. ഈവൻ നമ്മുടെ കൊച്ചിയിലുള്ള ഏറ്റവും പുതിയതായിട്ട് തുടങ്ങിയ സിനിപോളിസിനേക്കാളും ഫാർ ബെറ്റർ സീറ്റ്സ് ആണ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറയുന്ന ഏറ്റവും ബെസ്റ്റ് സീറ്റ്സ് ഇൻ ഐമാക്സ് എന്നല്ല പറഞ്ഞത്, സിനിപോളിസിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഐമാക്സ് സീറ്റ്സ്. അതിനുള്ള റീസണൊക്കെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന സിനിപോളിസ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും എന്തുകൊണ്ട് ഞാനങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് ഒബ്വിയസ്ലി പഴയ ഐമാക്സ് സ്പെക്ചറിലാണ്. അതായത് ഡ്യുവൽ സീനൻ ഐമാക്സ് 2K ഐമാക്സ് ആണ് വിത്ത് 5 ചാനൽ സ്പീക്കേഴ്സ്. ഓൾഡ് 5 ചാനൽ സ്പീക്കറാണ്, നിങ്ങൾക്കത് കാണാം. അത്യാവശ്യം ഡീസൻറ്റ് സ്റ്റീപ്നെസ് ഉള്ള ഒരു ഓഡിയോ ആണത്. എനിക്ക് ഇതിൻ്റെ സീറ്റ്സിൻ്റെ കർവ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒബിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, സീറ്റ്സ് ഞാൻ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട സീറ്റ്സ് ആണത്. ഈ സീറ്റ്സിന് നമ്മുടെ സ്ക്രീനിൻ്റെ കർവിനോടനുബന്ധിച്ചൊരു കർവ് ഇതിനുണ്ട്. ആക്ച്വലി അത് ഇതിനൊരു അട്രാക്ഷനാണ്. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമായി. നമ്മൾ മേലെന്നും താഴത്തുനിന്നൊക്കെ നോക്കുമ്പോൾ ഈ കർവുണ്ട്. ഈ കർവ് സ്ലൈറ്റ് കർവാണ്, പക്ഷേ അത് നമ്മളെ സ്ക്രീനിലേക്ക് കൊണ്ടുപോകുന്നില്ല. സ്ക്രീനിന് ഒരു ചെറിയ കർവുണ്ട്. അപ്പോൾ അത് കറക്റ്റാണ്. FOV ആൾസോ വലിയ കുഴപ്പമില്ല. ഫീൽഡ് ഓഫ് വ്യൂവും കുഴപ്പമൊന്നുമില്ല. പിന്നെ സീനൻ ആയതിൻ്റെ കുഴപ്പമുണ്ട്, കാരണം ഞാൻ ഒരുപാട് ലേസർ സ്ക്രീനിലും സ്ക്രീനിലൊക്കെ ഈ സിനിമ ഓൾറെഡി കണ്ടുകൊണ്ടും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഓൾറെഡി കൊമേഴ്ഷ്യൽ ലേസർ ഐമാക്സിൽ നിന്ന് കിട്ടിയോണ്ടും എനിക്ക് ആക്ച്വലി ഇവിടെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിനിമ കാണുമ്പോൾ. സൗണ്ട് ആക്ച്വലി നല്ലതായിരുന്നു. പക്ഷേ സിനിമ കാണുമ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് ആണെങ്കിലും പ്രത്യേകിച്ച് കോൺട്രാസ്റ്റ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ കുറവ് എനിക്ക് ശരിക്കും അറിയാൻ പറ്റി. 3D ആണെങ്കിലും കമ്പയർഡ് ടു ലേസർ ഒബ്വിയസ്ലി അത്ര നല്ലതല്ലായിരുന്നു. ബട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡായിട്ടൊരു സിനിമ എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ദിസ് ഇസ് നോട്ട് ബാഡ്. ആ ഡീസൻ്റ് എനഫ് ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോൺട്രാസ്റ്റ് ഒരു പ്രശ്നമുണ്ടോ? കോൺട്രാസ്റ്റ് എനിക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ ഇത് കണ്ടുകൊണ്ടായിരിക്കും. സീനൻ തിയേറ്ററിൽ തന്നെ നമ്മൾ വളരെ പോകുന്നത് ഇപ്പോൾ കുറവല്ലേ, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രൈറ്റ്നസ് വാസ് ഓക്കെ. പിന്നെ ഈ സിനിമ ഡീസൻ്റ്ലി ബ്രൈറ്റ് ആണ്. പിന്നെ 3D ആക്ച്വലി അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. പക്ഷേ ബെസ്റ്റ് 3D എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഐമാക്സിൽ തന്നെ ഓക്കെ 3D ആയിരുന്നു ഇതിൻ്റെ. ഡീസൻറ്റ്, അത്രേ ഉള്ളൂ. ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സീനൻ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നത്. പിന്നെ ഇതിനകത്ത് ഏകദേശം 227 സീറ്റുകളുണ്ട്. ആക്ച്വലി അത്യാവശ്യം ഡീസൻറ്റ് ഒരു 20% ആൾക്കാരുണ്ടായിരുന്ന എൻ്റെ ഓർമ്മ. ഇതാണ് നമ്മുടെ പഴയ സീനൻ ടൈപ്പ് ഗ്ലാസ് 3D ഗ്ലാസസ്. ഒബ്വിയസ്ലി നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സ് കണ്ടവർക്ക് നിങ്ങൾക്ക് അറിയാം ഈ ഗ്ലാസസിനെ കുറിച്ച്. ഈ ഗ്ലാസസ് നിങ്ങൾ ഇനിയും കാണും, കാരണം ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് ബാഡ്. ഭയങ്കര ഗംഭീരമല്ലായിരുന്നു. സീനൻ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സീറ്റ്സ് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിപോളിസിൻ്റെ ഐമാക്സ് സീറ്റ്സ് ആയിരുന്നത്. പ്രൊജക്ഷനും ബ്രൈറ്റ്നസ് കുഴപ്പമില്ലായിരുന്നു. കോൺട്രാസ്റ്റ് പോരാ. സൗണ്ട് ആക്ച്വലി നല്ലതായിരുന്നു. അപ്പം നിങ്ങൾ മുംബൈയിലുള്ള മലയാളികളൊക്കെ ആക്ച്വലി ഈ ഐമാക്സിൽ വന്ന സിനിമ കാണുന്നുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയെല്ലാം കഴിഞ്ഞാൽ കുറേ പേരൊക്കെ അവിടെയുള്ളവരൊക്കെ ഇവിടെയൊക്കെ വന്ന് കണ്ടിട്ടുണ്ടാവും നോക്കുന്നു. ആക്ച്വലി ഞാൻ സാധാരണ പോലെ ഐമാക്സിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ ഇതിന് മുഫാസക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഇവിടെ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1 മാസത്തിന് മേലെയുള്ള ഇതായിട്ട് പോലെ അടുത്ത് വേറെ ഐമാക്സുകളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ കൂടുതൽ കാശ് എടുത്തു. എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ താഴത്തെ കമൻറ്റിൽ പറയുക. എന്തായാലും ഞാൻ സാമ്പിൾ വീഡിയോ ഇട്ടേക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഞാൻ അടുത്ത വീഡിയോ കാണാം.
Your Highness, ruler of all four-legged creatures. and that one.